ഗുജറാത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് രമേശും കുടുംബവും താമസിക്കുന്നത്. പച്ചപ്പും പ്രകൃതി ഭംഗിയുമുള്ള ആ ഗ്രാമത്തിൽ രമേശിന്റെ കുടുംബം എല്ലാവർക്കും മാതൃകയായിരുന്നു. രമേശിന്റെ പിതാവ് കൃഷ്ണൻ പടുത്തുയർത്തിയ ഫാമായിരുന്നു ആ കുടുംബത്തിന്റെ ഏക വരുമാന മാർഗം. പിതാവിന്റെ മരണശേഷം ആ ഉത്തരവാദിത്വം മുഴുവൻ രമേശിന്റെ ചുമലിലായി. പുലർച്ചെ 4 മണിക്ക് അലാറം അടിക്കുന്നതിനു മുൻപേ രമേശ് ഉണരും. തണുപ്പുള്ള പ്രഭാതങ്ങളിൽ പശുക്കളെ കുളിപ്പിക്കുകയും അവക്ക് തീറ്റ നൽകുകയും ചെയ്യുന്നത് അവന് വെറും ഒരു ജോലിയായിരുന്നില്ല, മറിച്ച് തന്റെ പിതാവിനോടുള്ള കടമയായിരുന്നു. രമേശിന് 2 സഹോദരിമാരുണ്ട്, ലക്ഷ്മിയും ഹരിതയും. രണ്ടുപേരും വിവാഹം കഴിഞ്ഞ് നഗരത്തിലാണ് താമസം. രമേശ് അവരെ അത്രമേൽ സ്നേഹിച്ചിരുന്നു. തന്റെ പഠനം പോലും പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ടാണ് അവൻ സഹോദരിമാരുടെ വിവാഹങ്ങൾ ആഡംബരമായി നടത്തിയത്. ഇതിനായി അവൻ വലിയ തുക കടം വാങ്ങിയിരുന്നു. ഓരോ മാസവും ഫാമിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന്റെ ഭൂരിഭാഗവും ഈ കടം വീട്ടാനാണ് അവൻ ഉപയോഗിക്കുന്നത്. എന്നിട്ടും തന്റെ കഷ്ടപ്പാടുകൾ അവൻ ഒരിക്കലും സഹോദരിമാരെ അറിയിച്ചിരുന്നില്ല. ഒരു ദിവസം കൃഷ്ണന്റെ 5ാം ചരമവാർഷികം വന്നു. വീട്ടിൽ ചെറിയൊരു പൂജയും സദ്യയും ഒരുക്കിയിരുന്നു. സഹോദരിമാർ വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ രമേശിന്റെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. അവൻ ചന്തയിൽ പോയി അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മിഠായികളും പുത്തൻ വസ്ത്രങ്ങളും വാങ്ങി. നമ്മുടെ പെങ്ങന്മാര് വരുമ്പോൾ അവർക്ക് കുറവൊന്നും വരരുത് എന്നവൻ ഭാര്യ സവിതയോട് ആവർത്തിച്ചു പറഞ്ഞു. സവിതയും ആവേശത്തോടെ അടുക്കളയിൽ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. എന്നാൽ ലക്ഷ്മിയും ഹരിതയും വീട്ടിലെത്തിയത് മറ്റൊരു ലക്ഷ്യത്തോടെയായിരുന്നു. അവരുടെ ഭർത്താക്കന്മാരും കൂടെയുണ്ട്. പിതാവിന്റെ ചരമവാർഷിക പൂജകൾക്ക് ശേഷം വീട് ശാന്തമാകുമെന്ന് കരുതിയ രമേശിന് തെറ്റി. പൂജ കഴിഞ്ഞ ഉടനെ സഹോദരിമാരായ ലക്ഷ്മിയും ഹരിതയും വീടിന്റെ സ്വീകരണ മുറിയിൽ ഒരു ചർച്ചയ്ക്ക് തുടക്കമിട്ടു. സാധാരണ വിശേഷങ്ങൾ ചോദിക്കാറുള്ള സഹോദരിമാരുടെ മുഖത്ത് ഇന്ന് ഗൗരവമായിരുന്നു. ലക്ഷ്മിയാണ് ആദ്യം സംസാരിച്ചത്. രമേശ്, നമുക്ക് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാം. അച്ഛൻ മരിച്ചിട്ടിപ്പോൾ വർഷങ്ങളായി. ഈ വീടും ഫാമും നിന്റെ മാത്രം കൈവശമാണ് ഇരിക്കുന്നത്. കാലം മാറി, നിയമങ്ങളും മാറി. 2005 സുപ്രീം കോടതി വിധി പ്രകാരം അച്ഛന്റെ സ്വത്തിൽ ആൺമക്കൾക്ക് എത്രത്തോളം അവകാശമുണ്ടോ അത്ര തന്നെ അവകാശം ഞങ്ങൾ പെൺമക്കൾക്കുമുണ്ട്. ഇത് കേട്ടപ്പോൾ രമേശ് ഒന്ന് നെട്ടി. തന്റെ സഹോദരിമാർ പണത്തെക്കുറിച്ച് സംസാരിക്കുമെന്ന് അവൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ചേച്ചി, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഈ വീടും ഫാമും നമ്മുടെ അച്ഛന്റെ അധ്വാനമല്ലേ? നമ്മൾ ജനിച്ചു വളർന്ന ഇടമല്ലേ ഇത്? ഇതിനെ വെറും കച്ചവട കണക്കോടെ കാണാൻ എനിക്ക് കഴിയില്ല, രമേശ് വിനയത്തോടെ മറുപടി നൽകി. എന്നാൽ ഹരിത വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. രമേശ്, വികാരങ്ങൾ കൊണ്ട് വിശപ്പടക്കാൻ കഴിയില്ല. എന്റെ മകന് നഗരത്തിൽ ഒരു ഫ്ലാറ്റ് വാങ്ങണം. അതിന് വലിയൊരു തുക ആവശ്യമുണ്ട്. ലക്ഷ്മി ചേച്ചിയുടെ ഭർത്താവിന് ബിസിനസ്സിൽ വലിയൊരു നഷ്ടം സംഭവിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്കിപ്പോൾ പണം അത്യാവശ്യമാണ്. അതുകൊണ്ട് ഈ ഫാമും വീടും വിൽക്കുക തന്നെ വേണം. എന്നിട്ട് കിട്ടുന്ന തുക 3ആയി തിരിക്കാം. രമേശിന്റെ ഭാര്യ സവിത അടുക്കളയിൽ നിന്ന് ഈ സംഭാഷണങ്ങൾ കേൾക്കുന്നുണ്ട്. അവൾക്ക് വിശ്വസിക്കാനായില്ല. ഈ സഹോദരിമാരുടെ വിവാഹങ്ങൾക്കായി രമേശ് എത്രത്തോളം കഷ്ടപ്പെട്ടുവെന്ന് അവൾക്കറിയാം. സ്വന്തം ആവശ്യങ്ങൾ മാറ്റിവെച്ചും കഠിനമായി അധ്വാനിച്ചുമാണ് രമേശ് അവരെ നല്ല നിലയിൽ വിവാഹം കഴിപ്പിച്ചു വിട്ടത്. സവിത പതിയെ അകത്തേക്ക് വന്ന് പറഞ്ഞു, ചേച്ചിമാരെ, രമേശ് ഏട്ടൻ രാത്രിയും പകലും പണിയെടുത്താണ് ഈ ഫാം നിലനിർത്തുന്നത്. ഇത് വിറ്റാൽ ഞങ്ങളുടെ കുടുംബം തെരുവിലാകും. പോരാത്തതിന് അമ്മയുടെ ചികിത്സാ കാര്യങ്ങൾ നോക്കുന്നതും ഇതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ്. സവിതയുടെ വാക്കുകൾ സഹോദരിമാരെ കൂടുതൽ ചൊടിപ്പിച്ചു. നീ ഇതിൽ ഇടപെടേണ്ട സവിത, ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ്. രമേശ്, നിനക്ക് വേണമെങ്കിൽ നിന്റെ വിഹിതം കൊണ്ട് വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാം. പക്ഷേ ഞങ്ങളുടെ വിഹിതം തന്നേ മതിയാകൂ, ലക്ഷ്മി കടുത്ത സ്വരത്തിൽ പറഞ്ഞു. രമേശ് തകർന്നു പോയി. അവൻ ലക്ഷ്മിയുടെ അരികിൽ ചെന്ന് പറഞ്ഞു, ചേച്ചി, അച്ഛൻ മരിക്കുമ്പോൾ ഈ ഫാം വലിയ കടത്തിലായിരുന്നു. അന്ന് ഞാൻ എന്റെ പഠനം ഉപേക്ഷിച്ചാണ് ഇത് ഏറ്റെടുത്തത്. അന്ന് നിങ്ങൾ ആരും സഹായത്തിന് ഉണ്ടായിരുന്നില്ല. വർഷങ്ങളോളം കഷ്ടപ്പെട്ടാണ് ഞാൻ ആ കടങ്ങൾ വീട്ടിയത്. ഇപ്പോൾ ഇതെല്ലാം വിൽക്കണമെന്ന് പറയുന്നത് നീതിയല്ല. സഹോദരിമാരുടെ ഭർത്താക്കന്മാരും ഈ ചർച്ചയിൽ ഇടപെട്ടു. അവർ രമേശിനെ പരിഹസിക്കാൻ തുടങ്ങി. നിയമത്തിന്റെ വഴിക്കേ പോകൂ രമേശ്. നീ സ്നേഹത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും കോടതിയിൽ അത് വിലപ്പോവില്ല. 10 ദിവസത്തിനകം ഒരു തീരുമാനമെടുക്കണം. ഇല്ലെങ്കിൽ ഞങ്ങൾ വക്കീൽ നോട്ടീസ് അയക്കും, ലക്ഷ്മിയുടെ ഭർത്താവ് വിപുൽ ഭീഷണിപ്പെടുത്തി. രമേശിന്റെ അമ്മ അകത്തിരുന്ന് ഇതെല്ലാം കേട്ട് വിഷമിക്കുകയായിരുന്നു. തന്റെ മക്കൾ പണത്തിനു വേണ്ടി എത്രത്തോളം ആർത്തിയുള്ളവരാണെന്ന് അവർക്ക് വിശ്വസിക്കാനായില്ല. രമേശ് അമ്മയുടെ അരികിലെത്തി. അവനൊന്നും മിണ്ടിയില്ല. പക്ഷെ അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആ വീടിന്റെ ചുവരുകളിൽ അച്ഛന്റെ ഗന്ധമുണ്ടായിരുന്നു. ആ പശുക്കളുടെ കരച്ചിലിൽ രമേശിന്റെ അധ്വാനമുണ്ടായിരുന്നു. എന്നാൽ സഹോദരിമാരുടെ കണ്ണുകളിൽ ആർത്തിയായിരുന്നു, പണത്തിനോടുള്ള ആർത്തി മാത്രം. താൻ ഏറ്റവും സ്നേഹിച്ചവർ തന്നെ തനിക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് കണ്ടപ്പോൾ രമേശ് നിസ്സഹായനായി. പണത്തിനു മുന്നിൽ രക്തബന്ധങ്ങൾ എത്ര പെട്ടെന്നാണ് ചാരമായി മാറുന്നതെന്ന് അവൻ ആ നിമിഷം തിരിച്ചറിഞ്ഞു. വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ തുടക്കം മാത്രമായിരുന്നു ആ തർക്കം. സഹോദരിമാരുടെ ഭീഷണി കേട്ട് മരവിച്ചിരുന്ന രമേശിന് അന്നു രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല.
ഉണ്ടായിരുന്നില്ല. പിതാവ് കൃഷ്ണന്റെ ഓരോ വാക്കുകളും അവന്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. രമേശേ, ഈ ഫാം വെറും കച്ചവടമല്ല, ഇത് നമ്മുടെ അന്നമാണ്. ഇതിലെ ഓരോ പശുവും നമ്മുടെ കുടുംബാംഗമാണ്. അച്ഛൻ നൽകിയ ആ വാക്ക് കാത്തു സൂക്ഷിക്കാൻ രമേശ് അനുഭവിച്ച കഷ്ടപ്പാടുകൾ സഹോദരിമാർ എത്ര വേഗമാണ് മറന്നുപോയതെന്ന് അവൻ വേദനയോടെ ഓർത്തു. അടുത്ത ദിവസം രാവിലെ രമേശ് തന്റെ സഹോദരിമാരെ വിളിച്ച് ശാന്തമായി സംസാരിക്കാൻ തീരുമാനിച്ചു. അവർ ഇപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചാൽ അവരുടെ മനസ്സ് മാറുമെന്ന് അവൻ കരുതി. ചേച്ചി, നമുക്ക് പഴയ കാര്യങ്ങൾ ഒന്ന് ഓർത്തു നോക്കാം. 10 വർഷം മുമ്പ് അച്ഛൻ ഹൃദയാഘാതം വന്നപ്പോൾ നമ്മൾ എല്ലാവരും എത്രമാത്രം ഭയപ്പെട്ടിരുന്നു. അന്ന് എന്റെ എഞ്ചിനീയറിംഗ് അവസാന വർഷമായിരുന്നു. വലിയൊരു കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടേണ്ടതായിരുന്നു. പക്ഷേ അച്ഛന്റെ ചികിത്സക്കും നമ്മുടെ കുടുംബം പട്ടിണിയാകാതിരിക്കാനും ഞാൻ ആ സ്വപ്നം ഉപേക്ഷിച്ചില്ലേ. രമേശിന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അവൻ തുടർന്നു. ലക്ഷ്മി ചേച്ചിയുടെ വിവാഹത്തിന് പണം തികയാതെ വന്നപ്പോൾ അച്ഛൻ ഈ വീട് പണയം വെക്കാൻ ഒരുങ്ങിയതാണ്. അന്ന് ഞാൻ രാത്രിയും പകലും ഉറക്കമൊഴിച്ച് അധികമായി പണിയെടുത്താണ് ആ പണം കണ്ടെത്തിയത്. ഹരിതയുടെ ഭർത്താവിന് അപകടം സംഭവിച്ചപ്പോൾ ആശുപത്രി ചെലവിനായി എന്റെ കയ്യിലുണ്ടായിരുന്ന ഏക സമ്പാദ്യം ഞാൻ നൽകിയില്ലേ. അന്നൊന്നും ഞാൻ ഇതൊരു ഔദാര്യമായി കണ്ടിരുന്നില്ല, എന്റെ കടമയായിട്ടാണ് കണ്ടത്. രമേശിന്റെ വാക്കുകൾ കേട്ട് സവിതയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ ലക്ഷ്മിയുടെയും ഹരിതയുടെയും മുഖത്ത് ഭാവവ്യത്യാസമുണ്ടായിരുന്നില്ല. ലക്ഷ്മി പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രമേശ്, ഇതൊക്കെ പഴയ കഥകളാണ്. നീ അതൊക്കെ ചെയ്തത് നിന്റെ ഉത്തരവാദിത്തം കൊണ്ടാണ്. നീ ഈ വീട്ടിൽ താമസിച്ചില്ലേ? അച്ഛന്റെ പാല് വിറ്റ പണം നീ എടുത്തില്ലേ? അതിന്റെ കൂലിയായിട്ടേ ഞങ്ങൾ ഇതിനെ കാണുന്നുള്ളൂ. അതിനർത്ഥം സ്വത്തിൽ ഞങ്ങൾക്ക് അവകാശമില്ല എന്നല്ല. രമേശിന് അത് കേട്ട് വലിയ ആഘാതമാണ് ഉണ്ടായത്. തന്റെ ജീവിതം മുഴുവൻ കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ചതിനെ വെറും കൂലിയെന്ന് സഹോദരി വിശേഷിപ്പിച്ചത് അവന് സഹിക്കാനായില്ല. ചേച്ചി, ഞാൻ ഇതിൽ നിന്ന് എന്തുണ്ടാക്കി? ഈ കീറി പറഞ്ഞ വസ്ത്രങ്ങളും ചാണകം പുരണ്ട കൈകളും മാത്രമാണ് എന്റെ സമ്പാദ്യം. നിങ്ങൾക്ക് നല്ല നിലയിൽ ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ കഷ്ടപ്പെട്ടത്. അമ്മയുടെ മരുന്നിന് പോലും ഇപ്പോൾ പണം കണ്ടെത്താൻ ഞാൻ പാടുപെടുകയാണ്, രമേശ് പറഞ്ഞു. ഇതിനിടയിൽ മുറിയിലേക്ക് വന്ന ശാന്തമ്മ മക്കളെ ശകാരിച്ചു. നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളുടെ അച്ഛന്റെ ആത്മാവ് ഇത് കാണുന്നുണ്ടാകും. രമേശ് ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇന്ന് ഈ നിലയിൽ എത്തുമായിരുന്നോ? അച്ഛൻ മരിക്കാൻ കിടന്നപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയോ? ഈ മകൻ മാത്രമായിരുന്നു അന്ന് കൂടെ ഉണ്ടായിരുന്നത്. അവനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറയുന്നതിലും വലിയ പാപം വേറെയില്ല. അമ്മയുടെ വാക്കുകൾ സഹോദരിമാരെ കൂടുതൽ പ്രകോപിച്ചു. അമ്മ എപ്പോഴും രമേശിന്റെ പക്ഷമേ പിടിക്കൂ. ശരി, സ്നേഹം കൊണ്ട് കാര്യമില്ലെങ്കിൽ നമുക്ക് നിയമത്തിന്റെ വഴിക്ക് പോകാം. കോടതി തീരുമാനിക്കട്ടെ ആർക്കാണ് അവകാശമെന്ന്, ഹരിത കർക്കശമായി പറഞ്ഞു. അവർ ഉടൻ തന്നെ തങ്ങളുടെ ഭർത്താക്കന്മാരോടൊപ്പം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പോകുന്നതിന് മുമ്പ് ഒരു നോട്ടീസ് രമേശിന്റെ നേരെ എറിഞ്ഞു. അതൊരു വക്കീലിന്റെ അറിയിപ്പായിരുന്നു. രമേശ് തളർന്ന് നിലത്തിരുന്നു. സ്നേഹത്തിന്റെ തണലായിരുന്ന ആ വീടിപ്പോൾ ഒരു തർക്കഭൂമിയായി മാറിയിരിക്കുന്നു. തന്റെ ചോരയും നീരും നൽകി വളർത്തിയെടുത്ത ഫാമിന്മേൽ ഇപ്പോൾ അന്യരുടെ നിഴൽ വീണിരിക്കുന്നു. സ്വന്തം സഹോദരിമാർ ശത്രുക്കളെ പോലെ പെരുമാറുന്നത് കണ്ടപ്പോൾ സ്നേഹത്തെക്കാൾ വലിയ ശക്തി പണത്തിനാണോ എന്ന് അവൻ സംശയിച്ചു പോയി. വരാനിരിക്കുന്ന നിയമ പോരാട്ടം തന്റെ ജീവിതത്തെ എങ്ങോട്ട് നയിക്കുമെന്ന് അറിയാതെ രമേശ് ഭയപ്പെട്ടു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു പോസ്റ്റ്മാൻ രമേശിന്റെ വീട്ടിലെത്തി. കോടതിയിൽ നിന്നുള്ള ഔദ്യോഗികമായ ഒരു നോട്ടീസ് ആയിരുന്നു അത്. രമേശിന്റെ കൈകൾ വിറച്ചു. സഹോദരിമാർ പറഞ്ഞത് വെറും ഒരു ഭീഷണിയല്ലായിരുന്നുവെന്ന് അവന് ബോധ്യമായി. ലക്ഷ്മിയും ഹരിതയും ചേർന്ന് സിവിൽ കോടതിയിൽ രമേശിനെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നു. നോട്ടീസിലെ വരികൾ വായിച്ച രമേശ് ഞെട്ടിപ്പോയി. അതിൽ എഴുതിയിരുന്നത് ഇപ്രകാരമായിരുന്നു: രമേശ് തന്റെ പിതാവിന്റെ സ്വത്ത് തനിച്ചനുഭവിക്കുകയാണെന്നും സഹോദരിമാർക്ക് അർഹമായ വിഹിതം നൽകാതെ അവരെ വഞ്ചിക്കുകയാണെന്നും പിതാവിന്റെ മരണശേഷം വ്യാജരേഖകൾ ചമച്ചുവെന്നും ആരോപണങ്ങൾ നീളുന്നു. സ്വന്തം രക്തം തന്നെ തനിക്കെതിരെ ഇത്രയും വലിയ കള്ളങ്ങൾ വിളിച്ചു പറയുന്നത് കണ്ടപ്പോൾ രമേശിന് താങ്ങാനായില്ല. അവൻ ആ നോട്ടീസുമായി അമ്മയുടെ അടുത്തേക്ക് ഓടി. അമ്മേ, നോക്കൂ, അവർ എന്നെ ഒരു വഞ്ചകനായി ചിത്രീകരിച്ചിരിക്കുന്നു. ഞാൻ വ്യാജരേഖകൾ ഉണ്ടാക്കിയെന്ന് അവർ കോടതിയിൽ പറഞ്ഞിരിക്കുന്നു. ഞാൻ ആരെയാണ് വഞ്ചിച്ചത് അമ്മേ? എന്റെ ജീവിതം മുഴുവൻ അവർക്ക് വേണ്ടിയല്ലേ ഞാൻ നൽകിയത്? രമേശ് പൊട്ടിക്കരഞ്ഞു. ശാന്തമ്മ മകനെ ചേർത്തു പിടിച്ചു. അവരുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. മകനെ, പണം മനുഷ്യന്റെ ബുദ്ധി നശിപ്പിക്കും. അവർക്കിപ്പോൾ പണമല്ലാതെ മറ്റൊന്നും കാണാൻ കഴിയില്ല. പക്ഷെ നീ ഭയപ്പെടേണ്ട, നീ ഒരു അധർമ്മവും ചെയ്തിട്ടില്ല. രമേശിന്റെ സുഹൃത്തായ രവി ഇതറിഞ്ഞ് ഓടിയെത്തി. അവൻ രമേശിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. രമേശ്, നീ ഇങ്ങനെ തളർന്നിരുന്നാൽ കാര്യമില്ല. അവർ ഒരു വലിയ വക്കീലിനെയാണ് ഏർപ്പാടാക്കിയിരിക്കുന്നത്. നിനക്കും ഒരു വക്കീലിനെ കാണേണ്ടി വരും. കോടതിയിൽ കാര്യങ്ങൾ തെളിയിക്കാൻ നിയമപരമായ സഹായം അത്യാവശ്യമാണ്. എന്നാൽ രമേശിന് ആശങ്കയായിരുന്നു. ഒരു വക്കീലിനെ വെക്കാനോ കോടതി ചെലവുകൾ നടത്താനോ ഉള്ള പണം അവന്റെ കയ്യിലില്ലായിരുന്നു. ഫാമിൽ നിന്നുള്ള വരുമാനം പശുക്കളുടെ തീറ്റ
ആശുപത്രിക്കും അമ്മയുടെ മരുന്നിനും വീട്ടുചെലവിന് തന്നെ തികയുന്നുണ്ടായിരുന്നില്ല. തന്റെ നിസ്സായ അവസ്ഥയോർത്ത് രമേശ് നീറി. അവൻ വീണ്ടും തന്റെ സഹോദരിമാരെ കാണാൻ തീരുമാനിച്ചു. കോടതിയിലേക്ക് പോകുന്നതിനു മുമ്പ് അവസാനമായി അവരെ ഒന്ന് നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കാമെന്ന് അവൻ കരുതി. ലക്ഷ്മിയുടെ നഗരത്തിലെ വലിയ വീട്ടിലേക്ക് രമേശ് ചെന്നു. എന്നാൽ അവിടെ അവൻ നേരിടേണ്ടി വന്നത് വലിയ അപമാനമായിരുന്നു. ലക്ഷ്മിയുടെ ഭർത്താവ് വിപുൽ അവനെ വീട്ടിന്റെ ഉള്ളിലേക്ക് പോലും കയറ്റിയില്ല. നോക്ക് രമേശ്, ഇനി സംസാരിക്കാൻ ഒന്നുമില്ല. നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കോടതിയിൽ വന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ ഈ പടി ഇറങ്ങിക്കോ. സഹോദരിമാരുടെ പെരുമാറ്റം രമേശിനെ അടിമുടി തളർത്തി. അവൻ തിരിച്ചു വരുന്ന വഴിയിൽ പിതാവിന്റെ ശവകുടീരത്തിന് അടുത്ത് കുറെ നേരം ഇരുന്നു. അച്ഛാ, ഞാൻ തോറ്റുപോയി. അച്ഛൻ സ്നേഹത്തോടെ വളർത്തിയെടുത്ത നമ്മുടെ കുടുംബം തകർന്നു പോയിരിക്കുന്നു. എനിക്ക് ഈ വീട് സംരക്ഷിക്കാൻ കഴിയുമോ എന്നെനിക്കറിയില്ല, രമേശ് സ്വയം പറഞ്ഞു. താൻ ജനിച്ചു വളർന്ന വീട്, തന്റെ പ്രിയപ്പെട്ട പശുക്കൾ, തന്റെ തൊഴിൽ, ഇതെല്ലാം നഷ്ടപ്പെടുമോ എന്ന ഭീതി അവനെ വേട്ടയാടി. എന്നാൽ സവിത അവന് ധൈര്യം നൽകി. ഏട്ടാ, നമ്മൾ ആരെയും ചതിച്ചിട്ടില്ല. അതുകൊണ്ട് ദൈവം നമ്മളെ കൈവിടില്ല. നമുക്കുള്ളത് വിറ്റാണെങ്കിലും ഈ കേസ് നേരിടാം. സത്യം ജയിക്കണം. സവിതയുടെ ആ വാക്കുകൾ രമേശിന് പുതിയൊരു കരുത്ത് നൽകി. അവൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടത്തിന് തയ്യാറെടുത്തു. പക്ഷേ കോടതിയിലെ നിയമക്കുരുക്കുകൾ എത്രത്തോളം സങ്കീർണമാണെന്ന് അവൻ അപ്പോഴും അറിയില്ലായിരുന്നു. മറുഭാഗത്ത് സഹോദരിമാർ തങ്ങളുടെ വക്കീലുമായി ചേർന്ന് രമേശിനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കാനുള്ള കാര്യങ്ങൾ മെനയുകയായിരുന്നു. ഒരു കാലത്ത് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചവർ ഇന്ന് ശത്രുക്കളായി മുഖാമുഖം നിൽക്കാൻ തയ്യാറെടുക്കുന്നു. കോടതിയിൽ നിന്നുള്ള നോട്ടീസ് ലഭിച്ചതോടെ രമേശിന്റെ സമാധാനം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. രമേശ് തന്റെ സുഹൃത്തായ രവിയോടൊപ്പം നഗരത്തിലെ ഒരു വക്കീലിനെ കാണാൻ പോയി. അദ്ദേഹം സത്യസന്ധനായ ഒരു മനുഷ്യനായിരുന്നു. രമേശ് തന്റെ കഥ മുഴുവൻ അദ്ദേഹത്തോട് പറഞ്ഞു. അച്ഛന്റെ മരണം, തന്റെ പഠനം ഉപേക്ഷിച്ചത്, സഹോദരിമാരുടെ വിവാഹത്തിനായി എടുത്ത കടങ്ങൾ, അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാം കേട്ടപ്പോൾ വക്കീലിന് രമേശിനോട് സഹതാപം തോന്നി. രമേശ്, നിയമം പലപ്പോഴും വൈകാരികമായ കാര്യങ്ങൾ പരിഗണിക്കാറില്ല. 2005 നിയമപ്രകാരം നിന്റെ സഹോദരിമാർക്ക് സ്വത്തിൽ അവകാശമുണ്ട്. പക്ഷേ നീ കുടുംബത്തിന് വേണ്ടി ചെയ്ത ത്യാഗങ്ങളും അവർ ഉന്നയിക്കുന്ന കള്ള ആരോപണങ്ങളും നമുക്ക് കോടതിയിൽ തെളിയിക്കേണ്ടി വരും, വക്കീൽ പറഞ്ഞു. അതേസമയം മറുഭാഗത്ത് ലക്ഷ്മിയും ഹരിതയും തങ്ങളുടെ വക്കീലായ മിസ്റ്റർ ഷായുമായി ചേർന്ന് പുതിയ തന്ത്രങ്ങൾ മെനയുകയായിരുന്നു. മിസ്റ്റർ ഷാ ഒരു തന്ത്രശാലിയായിരുന്നു. നമുക്ക് രമേശിനെ ഒരു ക്രൂരനായി ചിത്രീകരിക്കണം. അവൻ അച്ഛനെ പീഡിപ്പിച്ചിരുന്നു ും സ്വത്ത് തട്ടിയെടുക്കാൻ അച്ഛനെ നിർബന്ധിച്ച് ഒപ്പിടിപ്പിച്ചുവെന്നും നമുക്ക് കോടതിയിൽ വാദിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മുഴുവൻ സ്വത്തും കൈക്കലാക്കാൻ കഴിയൂ, വക്കീൽ അവർക്ക് ഉപദേശം നൽകി. സ്വന്തം സഹോദരനെ കൊടുക്കാൻ ഇത്രയും വലിയ കള്ളം പറയാൻ ലക്ഷ്മിയും ഹരിതയും തയ്യാറായി എന്നത് ഞെട്ടിക്കുന്നതായിരുന്നു. കോടതിയിലെ ആദ്യ വിചാരണ ദിവസം എത്തിച്ചേർന്നു. രമേശ് തന്റെ പഴയ വെള്ള വസ്ത്രം ധരിച്ച് കോടതിയുടെ വലിയ കെട്ടിടത്തിനു മുന്നിൽ നിന്നു. അവൻ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. സിവിൽ കോടതിയിലെ അന്തരീക്ഷം രമേശിനെ സംബന്ധിച്ചിടത്തോളം ഭയാനകമായിരുന്നു. ജീവിതത്തിലുടനീളം സത്യസന്ധമായി ജീവിച്ച താൻ ഇന്നൊരു പ്രതിയെ പോലെ കൂട്ടിനുള്ളിൽ നിൽക്കേണ്ടി വരുമെന്ന് അവൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ജഡ്ജി തന്റെ ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് ഫയലുകൾ പരിശോധിച്ചു. കേസിന്റെ ആദ്യ വിചാരണ ഔദ്യോഗികമായി ആരംഭിച്ചു. സഹോദരിമാരുടെ വക്കീലായ മിസ്റ്റർ ഷാ വളരെ ആത്മവിശ്വാസത്തോടെയാണ് വാദങ്ങൾ തുടങ്ങിയത്. യുവർ ഓണർ, ഇതൊരു സാധാരണ സ്വത്ത് തർക്കമല്ല. ഇതൊരു സഹോദരൻ തന്റെ സഹോദരിമാരോട് കാട്ടുന്ന ക്രൂരതയുടെ കഥയാണ്. 2005 നിയമപ്രകാരം പെൺമക്കൾക്ക് പിതൃസ്വത്തിൽ തുല്യ അവകാശമുണ്ട്. എന്നാൽ ഇവിടെ പ്രതിയായ രമേശ് തന്റെ പിതാവ് മരിച്ചതിനു ശേഷം ആ സ്വത്തെല്ലാം സ്വന്തം പേരിൽ മാറ്റാൻ ശ്രമിച്ചു. മാത്രമല്ല, തന്റെ സഹോദരിമാർക്ക് അർഹമായ വിഹിതം ചോദിച്ചപ്പോൾ അവരെ വീട്ടിൽ നിന്ന് ആട്ടി ഓടിക്കുകയും ചെയ്തു. രമേശ് തന്റെ വക്കീലിന്റെ അടുത്തേക്ക് നീങ്ങി. സർ, ഇത് കള്ളമാണ്. ഞാൻ അവരെ ആട്ടി ഓടിച്ചിട്ടില്ല. അവർ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്, അവൻ അടഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. വക്കീൽ അവനെ സമാധാനിപ്പിച്ചു. രമേശ്, ഇപ്പോൾ നിശബ്ദനായിരിക്കൂ. കോടതിയിൽ തെളിവുകൾക്കാണ് പ്രസക്തി. നമുക്ക് നമ്മുടെ ഭാഗം പറയാൻ സമയം ലഭിക്കും. മിസ്റ്റർ ഷാ തന്റെ അടുത്ത തന്ത്രം പുറത്തെടുത്തു. അദ്ദേഹം ഒരു സാക്ഷിയെ കോടതിയിലേക്ക് വിളിച്ചു. അത് രമേശിന്റെ അയൽവാസിയായ ജോഷിയായിരുന്നു. ജോഷിയും രമേശും തമ്മിൽ പണ്ട് ഫാമിലെ ചില ശുചിത്വ പ്രശ്നങ്ങളെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ആ പക തീർക്കാൻ ലക്ഷ്മിയുടെ ഭർത്താവ് വിപുൽ ജോഷിക്ക് വലിയൊരു തുക വാഗ്ദാനം ചെയ്താണ് സാക്ഷിയായി കൊണ്ടുവന്നത്. ജോഷി സത്യപ്രതിജ്ഞ ചെയ്ത് കൂട്ടിനുള്ളിൽ നിന്നു. യുവർ ഓണർ, രമേശ് പുറമെ കാണുന്നത് പോലെയല്ല. അവൻ തന്റെ പിതാവ് ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ ക്രൂരമായി പീഡിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വൃദ്ധനായ ആ മനുഷ്യനെ ഒരു ഇടുങ്ങിയ മുറിയിൽ പൂട്ടിയിടുകയും ശരിയായി ഭക്ഷണം നൽകാതിരിക്കുകയും ചെയ്തിരുന്നു. രമേശിന്റെ പീഡനം സഹിക്കാൻ വയ്യാതെയാണ് അദ്ദേഹം മരിച്ചതെന്ന് എനിക്ക് സംശയമുണ്ട്. കോടതി മുറിയിൽ ഒരു പിറുപിറുപ്പ് ഉയർന്നു. രമേശിന് തന്റെ ചെവികളെ വിശ്വസിക്കാനായില്ല. സ്വന്തം അച്ഛനെ ജീവനേക്കാൾ അധികം
മാത്രം സ്നേഹിച്ച തനിക്കെതിരെ ഇത്രയും ഭീകരമായ ഒരു ആരോപണം കേട്ടപ്പോൾ അവൻ നിയന്ത്രണം വിട്ട് കരഞ്ഞുപോയി. നീ കള്ളം പറയുകയാണ് ജോഷി. എന്റെ അച്ഛനെ ഞാൻ എങ്ങനെയാണ് നോക്കിയതെന്ന് ഈ ഗ്രാമത്തിന് മുഴുവൻ അറിയാം. ദൈവത്തെ ഓർത്ത് കള്ളം പറയരുത്, രമേശ് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ജഡ്ജി തന്റെ ചുറ്റികയടിച്ച് രമേശിനെ ശാസിച്ചു. പ്രതി ശാന്തനാവുക, കോടതിയുടെ മര്യാദ പാലിക്കുക. തുടർന്ന് രമേശിന്റെ വക്കീൽ ജോഷിയെ ക്രോസ് വിസ്താരം ചെയ്യാൻ എഴുന്നേറ്റു. മിസ്റ്റർ ജോഷി, നിങ്ങൾ രമേശിന്റെ അയൽവാസിയാണല്ലോ. രമേശിന്റെ സഹോദരിമാർ ഈ വീട്ടിൽ വരാറുണ്ടായിരുന്നോ? ഇല്ല സർ, രമേശ് അവരെ വരാൻ അനുവദിച്ചിരുന്നില്ല. ജോഷി കള്ളം ആവർത്തിച്ചു. അപ്പോൾ അച്ഛൻ മരിക്കാൻ കിടന്നപ്പോൾ ഈ സഹോദരിമാർ എവിടെയായിരുന്നു? വക്കീൽ വീണ്ടും ചോദിച്ചു. ജോഷി വിക്കി, അത് അവർക്ക് വരാൻ പേടിയായിരുന്നു. വക്കീൽ ജഡ്ജിയെ നോക്കി പറഞ്ഞു. യുവർ ഓണർ, ഇവിടെ സമർപ്പിക്കപ്പെട്ട വാദങ്ങളെല്ലാം വൈകാരികമായി കെട്ടിച്ചമച്ചവയാണ്. എന്റെ കക്ഷി തന്റെ പഠനം ഉപേക്ഷിച്ചാണ് കുടുംബം നോക്കിയത്. അദ്ദേഹം തന്റെ സഹോദരിമാരുടെ വിവാഹത്തിനായി എടുത്ത കടങ്ങളുടെ രേഖകൾ ഇതാ ഞാൻ സമർപ്പിക്കുന്നു. സ്വത്ത് അനുഭവിക്കാൻ വേണ്ടിയല്ല, മറിച്ച് കടങ്ങൾ വീട്ടാനാണ് അദ്ദേഹം കഷ്ടപ്പെട്ടത്. വാദങ്ങൾ മുറുകിയതോടെ ജഡ്ജിക്ക് കാര്യങ്ങളിൽ വ്യക്തക്കുറവ് തോന്നി. ഒരു വശത്ത് നിയമപരമായ അവകാശങ്ങൾ ഉന്നയിക്കുന്ന സഹോദരിമാർ, മറുവശത്ത് ത്യാഗത്തിന്റെ കഥ പറയുന്ന സഹോദരൻ. എന്നാൽ സാക്ഷികൾ രമേശിനെതിരെ മൊഴി നൽകിയത് കേസിനെ ദുർബലപ്പെടുത്തി. ജഡ്ജി കേസ് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിവെച്ചു. അപ്പോഴേക്കും രമേശിന്റെ വീട്ടിലെ അവസ്ഥ നേരിട്ട് അന്വേഷിക്കാൻ ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കാനും അദ്ദേഹം ഉത്തരവിട്ടു. രമേശ് കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ലക്ഷ്മി അവനെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു. രമേശ്, നീ പറഞ്ഞില്ലേ സത്യം ജയിക്കുമെന്ന്? ഇപ്പോൾ കണ്ടില്ലേ സത്യം ആരുടെ കൂടിയാണെന്ന്? നീ ആ വീട് വിട്ടുതരുന്നതാണ് നിനക്ക് നല്ലത്. രമേശ് മറുപടിയൊന്നും പറഞ്ഞില്ല. അവന്റെ ഹൃദയം തകർന്നിരുന്നു. പണത്തിനു വേണ്ടി മനുഷ്യർക്ക് ഇത്രത്തോളം താഴാൻ കഴിയുമെന്ന് അവൻ അന്ന് മനസ്സിലാക്കി. അമ്മയുടെ കമ്മലുകൾ വിറ്റുകിട്ടിയ പണം വക്കീലിന് നൽകിയപ്പോൾ തന്റെ അച്ഛന്റെ ആത്മാവ് കരയുന്നുണ്ടാകുമെന്ന് അവൻ വേദനയോടെ ഓർത്തു. എങ്കിലും നീതിപീഠത്തിൽ അവൻ അപ്പോഴും ചെറിയൊരു വിശ്വാസം ബാക്കിയുണ്ടായിരുന്നു. കോടതിയിലെ ആദ്യ വിചാരണയ്ക്ക് ശേഷം രമേശ് പൂർണ്ണമായും തകർന്നുപോയി. അയൽവാസിയായ ജോഷി നൽകിയ കള്ളസാക്ഷ്യം രമേശിനെ ഒരു കുറ്റവാളിയായി ചിത്രീകരിച്ചിരുന്നു. സ്വന്തം പിതാവിനെ പീഡിപ്പിച്ചുവെന്ന ആരോപണം അവന് താങ്ങാനാവുന്നതിലും അധികമായിരുന്നു. വീട്ടിലെത്തിയ രമേശ് ആരോടും സംസാരിക്കാതെ മുറിയിൽ അടച്ചിരുന്നു. സവിത അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവന്റെ കണ്ണുനീർ തോരുന്നുണ്ടായിരുന്നില്ല. സവിത, ഞാൻ അച്ഛനെ പൊന്നുപോലെ നോക്കുന്നത് കണ്ടവരാണ് ഈ നാട്ടുകാർ. എന്നിട്ടും അവർ കോടതിയിൽ എന്നെക്കുറിച്ച് ഇത്രയും വലിയ കള്ളം പറഞ്ഞല്ലോ. അവൻ തേങ്ങി. എന്നാൽ ജഡ്ജി ഒരു സാധാരണ ജഡ്ജി ആയിരുന്നില്ല. വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള അദ്ദേഹം മനുഷ്യരുടെ മുഖഭാവങ്ങൾ വായിക്കാൻ കഴിവുള്ളവനായിരുന്നു. കോടതിയിൽ രമേശ് കരഞ്ഞതും സഹോദരിമാരുടെ മുഖത്തെ ക്രൂരമായ ചിരിയും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. നിയമം തെളിവുകൾക്ക് പിന്നാലെ പോകുമ്പോൾ നീതി സത്യത്തിനു പിന്നാലെ പോകുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ആരും അറിയാതെ ഒരു രഹസ്യ അന്വേഷണം നടത്താൻ അദ്ദേഹം തീരുമാനിച്ചു. അടുത്ത ദിവസം രമേശിന്റെ ഗ്രാമത്തിലേക്ക് ഒരു അപരിചിതൻ എത്തി. സാധാരണ വസ്ത്രം ധരിച്ച അദ്ദേഹം ഒരു ഇൻഷുറൻസ് ഏജന്റ് ആയിട്ടാണ് സ്വയം പരിചയപ്പെടുത്തിയത്. അത് ജഡ്ജി അയച്ച ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ആദ്യം പോയത് ജോഷിയുടെ വീട്ടിലേക്കാണ്. അവിടെ വെച്ച് ലക്ഷ്മിയുടെ ഭർത്താവ് വിപുൽ ജോഷിക്ക് പണം നൽകുന്നത് അയാൾ ദൂരെ നിന്ന് കണ്ടു. കള്ളസാക്ഷി പറയാൻ വലിയൊരു തുക കൈമാറുന്നത് അദ്ദേഹം തന്റെ ഫോണിൽ രഹസ്യമായി പകർത്തി. തുടർന്ന് അയാൾ രമേശിന്റെ വീട്ടിലെത്തി. അവിടെ കണ്ട കാഴ്ച അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. വീട് വളരെ ലളിതമായിരുന്നു, പക്ഷെ അവിടെ സമാധാനവും സ്നേഹവും ഉണ്ടായിരുന്നു. വീൽ ചെയറിൽ ഇരിക്കുന്ന ശാന്തമ്മയെ രമേശിന്റെ ഭാര്യ സവിത ഭക്ഷണം കഴിപ്പിക്കുകയായിരുന്നു. രമേശ് തൊഴുത്തിൽ പശുക്കളെ പരിപാലിക്കുന്നു. ഉദ്യോഗസ്ഥൻ അങ്ങോട്ട് ചെന്ന് രമേശിനോട് സംസാരിച്ചു. നിങ്ങൾ ഈ പശുക്കളെ നന്നായി നോക്കുന്നുണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞു. രമേശ് ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. ഇവർ എന്റെ മക്കളെ പോലെയാണ് സർ. എന്റെ അച്ഛൻ പഠിപ്പിച്ചു തന്നത് ഇവരെ സ്നേഹിക്കാനാണ്. അയാൾ പതിയെ ശാന്തമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മേ, രമേശ് നിങ്ങളെ ശരിക്കും നോക്കുന്നുണ്ടോ? അതോ എന്തെങ്കിലും പരാതിയുണ്ടോ? അമ്മയുടെ കണ്ണുകൾ തിളങ്ങി. എന്റെ മകനെ കുറിച്ച് ചോദിക്കാൻ എന്തിരിക്കുന്നു മോനെ? അവൻ സ്വന്തം സുഖങ്ങൾ മറന്നാണ് ഞങ്ങളെ നോക്കുന്നത്. ഈ വീട് തകർക്കാൻ നോക്കുന്ന അവന്റെ സഹോദരിമാർ പോലും ഒരു കാലത്ത് അവന്റെ തണലിലായിരുന്നു. അവന്റെ ഭാര്യ സവിത തന്റെ സ്വർണം പണയം വെച്ചാണ് രമേശിന്റെ പെങ്ങന്മാരുടെ കുട്ടികളുടെ പഠനത്തിന് സഹായിച്ചത്. ഈ വിവരങ്ങൾ കേട്ടപ്പോൾ ഉദ്യോഗസ്ഥന് സത്യം ബോധ്യപ്പെട്ടു. രമേശ് ഒരു ത്യാഗിയാണെന്നും സഹോദരിമാർ വെറും സ്വാർത്ഥരാണെന്നും അദ്ദേഹത്തിന് മനസ്സിലായി. അയാൾ ആ വീട്ടിലെ പഴയ ഫോട്ടോകൾ പരിശോധിച്ചു.
വായിച്ചപ്പോൾ രമേശിന്റെ അച്ഛൻ മരിക്കാൻ കിടന്നപ്പോൾ രമേശ് അദ്ദേഹത്തിന്റെ കാൽക്കലിരുന്ന് ശുശ്രൂഷിക്കുന്ന ചിത്രങ്ങളും കണ്ടു. ഇത് കോടതിയിൽ സമർപ്പിക്കപ്പെട്ട കള്ള ആരോപണങ്ങൾക്ക് വിപരീതമായിരുന്നു. അയാൾ തിരികെ പോകുന്ന വഴിയിൽ ഗ്രാമത്തിലെ മറ്റു ചിലരോടും സംസാരിച്ചു. അവരെല്ലാം രമേശിന്റെ അധ്വാനത്തെയും പിതാവിനോടുള്ള സ്നേഹത്തെയും പുകഴ്ത്തിയാണ് സംസാരിച്ചത്. ജോഷി പണത്തിനു വേണ്ടി കള്ളം പറഞ്ഞതാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ കോടതിയെ അവർക്ക് പേടിയായിരുന്നു. അയാൾ എല്ലാ തെളിവുകളും കൃത്യമായി രേഖപ്പെടുത്തി. വീഡിയോ ദൃശ്യങ്ങളും ഫോട്ടോകളും മൊഴികളും അടങ്ങിയ ഒരു വിശദമായ റിപ്പോർട്ട് അദ്ദേഹം തയ്യാറാക്കി. രമേശ് ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. അവൻ തന്റെ പശുക്കളെയും അമ്മയെയും നോക്കി ആ വീട്ടിൽ തന്നെ കഴിഞ്ഞു. ഓരോ ദിവസം കോടതി വിധി അടുക്കുന്തോറും അവന്റെ ഉള്ളിൽ ഭയം വർദ്ധിച്ചുകൊണ്ടിരുന്നു. വീട് നഷ്ടപ്പെട്ടാൽ എങ്ങോട്ട് പോകുമെന്ന് അവൻ ആലോചിച്ചു. പക്ഷേ മറുഭാഗത്ത് ലക്ഷ്മിയും ഹരിതയും വിജയാഘോഷത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. തങ്ങളുടെ കള്ളത്തരങ്ങൾ പുറത്തു വരുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. സത്യത്തിന്റെ വെളിച്ചം പതിയെ ആ ഇരുട്ടിനെ കീറാൻ തുടങ്ങുകയായിരുന്നു. ജഡ്ജി ആ റിപ്പോർട്ട് വായിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് ഗൗരവം പടർന്നു. കോടതി വിധി വരാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ ആ വർഷത്തെ രക്ഷാബന്ധൻ ഉത്സവം എത്തിച്ചേർന്നു. എല്ലാ വർഷവും രമേശിന്റെ വീട്ടിൽ ഈ ദിവസം വലിയ ആഘോഷമായിരുന്നു. ലക്ഷ്മിയും ഹരിതയും കുടുംബസമേതം തറവാട്ടിലെത്തും. രമേശിന്റെ കൈകളിൽ രാഖി കെട്ടി അവൻ നൽകുന്ന സമ്മാനങ്ങൾ വാങ്ങി എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന ആ സുന്ദരമായ ദിനങ്ങൾ രമേശ് ഓർത്തുപോയി. എന്നാൽ ഇത്തവണ വീട് ശ്മശാന തുല്യമായ നിശബ്ദതയിലായിരുന്നു. രാവിലെ കുളിച്ച് പുതിയ വസ്ത്രം ധരിച്ച് രമേശ് ഉമ്രത്ത് കാത്തിരുന്നു. തന്റെ സഹോദരിമാർ പിണക്കമെല്ലാം മറന്ന് ഓടി വരുമെന്ന് അവന്റെ ഉള്ളിലെ സഹോദരൻ വെറുതെ മോഹിച്ചു. സവിത, അവർ വരുമായിരിക്കുമല്ലേ? കോടതിയിലെ കാര്യങ്ങൾ അവർ ദേഷ്യത്തിന് ചെയ്തതാകില്ലേ? രമേശ് ചോദിച്ചു. സവിത മറുപടി ഒന്നും പറഞ്ഞില്ല. അവൾക്ക് സത്യം അറിയാം. സമയം ഉച്ചയായിട്ടും ആരും വന്നില്ല. പകരം കോടതിയിൽ നിന്ന് മറുഭാഗത്തെ വക്കീൽ അയച്ച ഒരു കത്ത് കൂടി രമേശിന് ലഭിച്ചു. അതിൽ രമേശിനെ വീട്ടിൽ നിന്ന് ഉടൻ ഒഴിപ്പിക്കാനുള്ള നടപടികളെ കുറിച്ചാണ് സൂചിപ്പിച്ചിരുന്നത്. രമേശിന്റെ കൊച്ചുമക്കൾ അച്ഛന്റെ അടുത്തേക്ക് വന്നു. അച്ഛാ, എന്താണ് ഇത്തവണ അമ്മായിമാർ വരാത്തത്? ഞങ്ങൾക്ക് രാഖി കെട്ടിത്തരില്ലേ? കുട്ടികളുടെ ചോദ്യം കേട്ട് രമേശിന്റെ നിയന്ത്രണം വിട്ടു. അവൻ പൊട്ടിക്കരഞ്ഞുപോയി. തന്റെ മക്കൾക്ക് അമ്മായിമാരുടെ സ്നേഹം നഷ്ടപ്പെട്ടതോർത്ത് അവൻ നേറി. അപ്പോൾ അവന്റെ മകൻ തന്റെ ചെറിയ സമ്പാദ്യപ്പെട്ടി രമേശിന്റെ കയ്യിൽ കൊടുത്തു. അച്ഛാ, ഇതിൽ ഞാൻ കുറെ പണം മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് അമ്മായിമാർക്ക് കൊടുക്കൂ. എന്നിട്ട് പറയൂ, ഞങ്ങളുടെ അച്ഛനെ വിഷമിപ്പിക്കരുത് എന്ന്. അച്ഛൻ കരയുന്നത് ഞങ്ങൾക്ക് കാണാൻ വയ്യ. കുട്ടികളുടെ ആ നിഷ്കളങ്കമായ വാക്കുകൾ കേട്ട് രമേശ് അവരെ കെട്ടിപ്പിടിച്ചു. പണത്തിനു വേണ്ടി മനുഷ്യർ എത്രത്തോളം ക്രൂരമാകുമെന്ന് ആ കുഞ്ഞുങ്ങൾ പോലും തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. മറുവശത്ത് ലക്ഷ്മിയുടെയും ഹരിതയുടെയും വീട്ടിൽ ആഘോഷങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അവർ തങ്ങളുടെ ഭർത്താക്കന്മാരുടെ സഹോദരിമാർക്ക് വലിയ സമ്മാനങ്ങൾ നൽകി സന്തോഷം പങ്കിടുകയായിരുന്നു. സ്വന്തം സഹോദരനെ തെരുവിലേക്ക് ഇറക്കിവിടാൻ പ്ലാൻ ചെയ്യുന്ന അവർക്ക് മറ്റൊരു സഹോദരന്റെ വേദന മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ശാന്തമ്മ തന്റെ മകന്റെ അവസ്ഥ കണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഭഗവാനെ, എന്റെ മകൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല. അവന് നീതി നൽകണേ. അമ്മയുടെ പ്രാർത്ഥനകൾക്കിടയിൽ രമേശ് ഒരു തീരുമാനമെടുത്തു. ഇനി സ്നേഹത്തിന് വേണ്ടി യാചിച്ചിട്ട് കാര്യമില്ല. തന്റെ കുടുംബത്തെയും അച്ഛന്റെ സ്വപ്നങ്ങളെയും സംരക്ഷിക്കാൻ അവസാന ശ്വാസം വരെ പോരാടണം. അതേസമയം ജഡ്ജി നിയോഗിച്ച ഉദ്യോഗസ്ഥൻ തന്റെ റിപ്പോർട്ട് പൂർത്തിയാക്കി ജഡ്ജിക്ക് സമർപ്പിച്ചു. രക്ഷാബന്ധൻ ദിവസം രമേശിന്റെ വീട്ടിലെ സങ്കടകരമായ കാഴ്ചകളും അയാൾ തന്റെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നു. രമേശിന്റെ സഹോദരിമാർ തങ്ങളുടെ ഭർത്താക്കന്മാരുടെ സഹോദരിമാർക്ക് സ്വത്ത് വിഹിതം നൽകുന്നതിനെ എതിർക്കുന്ന പഴയ ചില രേഖകളും അയാൾ കണ്ടെത്തിയിരുന്നു. ഇത് കോടതിയിൽ ഒരു വലിയ വഴിത്തിരിവാകുമെന്ന് ഉറപ്പായിരുന്നു. അടുത്ത ദിവസം കോടതിയിൽ അവസാന വിചാരണ നിശ്ചയിച്ചിരിക്കുകയാണ്. ലക്ഷ്മിയും ഹരിതയും തങ്ങളുടെ വക്കീലിനോട് ചേർന്ന് അവസാന കുതന്ത്രങ്ങൾ മെനഞ്ഞു. രമേശിനെ കോടതിയിൽ വെച്ച് അപമാനിക്കാനായിരുന്നു അവരുടെ നീക്കം. എന്നാൽ നീതി രമേശിന്റെ കൂടെയായിരുന്നു. രമേശ് തന്റെ അച്ഛന്റെ പടത്തിനു മുന്നിൽ കൈകൂപ്പി നിന്നു. അച്ഛ, എനിക്ക് ശക്തി നൽകണേ. കോടതിയിലെ വിചാരണ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയായിരുന്നു. എല്ലാവരും വിധി കേൾക്കാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. ലക്ഷ്മിയും ഹരിതയും തങ്ങളുടെ വക്കീലിനോട് ചേർന്ന് ആത്മവിശ്വാസത്തോടെ ഇരുന്നു. അവർക്കുറപ്പായിരുന്നു നിയമം പെൺമക്കൾക്ക് അനുകൂലമായതിനാൽ ഈ വീടും സ്ഥലവും തങ്ങൾക്ക് ലഭിക്കുമെന്ന്. എന്നാൽ ജഡ്ജി വിധി പറയുന്നതിനു മുമ്പ് ഒരു പുതിയ കാര്യം അവതരിപ്പിച്ചു. ഈ കേസിൽ നിയമപരമായ വശങ്ങൾക്കപ്പുറം ചില ധാർമ്മികമായ കാര്യങ്ങൾ എനിക്ക് പരിശോധിക്കേണ്ടതുണ്ട്, ജഡ്ജി ഗൗരവത്തോടെ പറഞ്ഞു. അദ്ദേഹം ലക്ഷ്മിയുടെയും ഹരിതയുടെയും ഭർത്താക്കന്മാരെ സാക്ഷിക്കൂട്ടിലേക്ക് വിളിച്ചു.
മിസ്റ്റർ വിപുൽ, മിസ്റ്റർ മനോജ്, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഭാര്യമാരുടെ അവകാശത്തിന് വേണ്ടി വലിയ വാദങ്ങൾ ഉയർത്തുകയാണല്ലോ. 2005 നിയമപ്രകാരം പെൺമക്കൾക്ക് അച്ഛന്റെ സ്വത്തിൽ അവകാശമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും യുവർ ഓണർ, അത് അവരുടെ അവകാശമാണ്, അവർ രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. ജഡ്ജി പുഞ്ചിരിച്ചുകൊണ്ട് തുടർന്നു. വളരെ സന്തോഷം. നിയമത്തോടുള്ള നിങ്ങളുടെ ഈ ബഹുമാനം അഭിനന്ദിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കാനുണ്ട്. ലക്ഷ്മിയുടെയും ഹരിതയുടെയും ഭർത്താക്കന്മാരായ നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്വന്തമായി വലിയ ബിസിനസ്സും തറവാട് സ്വത്തുക്കളും ഉണ്ടല്ലോ. നിങ്ങളുടെ സഹോദരിമാർക്കും നിങ്ങളുടെ സ്വത്തിൽ തുല്യമായ അവകാശമുണ്ട്. നിയമം എല്ലാവർക്കും ഒരേപോലെയാണല്ലോ. കോടതി മുറിയിൽ പെട്ടെന്ന് ഒരു നിശബ്ദത പടർന്നു. ഭർത്താക്കന്മാരുടെ മുഖം വിളറി വെളുത്തു. ജഡ്ജി നിർത്തിയില്ല. ഈ കോടതി വിധി പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് ഒരു നിബന്ധന വെക്കുന്നു. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ സ്വന്തം അച്ഛന്റെ സ്വത്തിൽ നിന്ന് നിങ്ങളുടെ സഹോദരിമാർക്ക് തുല്യമായ വിഹിതം നൽകുമെന്ന് എഴുതി ഒപ്പിട്ട് നൽകണം. നിയമം നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം സ്വന്തം വീട്ടിൽ അത് നടപ്പിലാക്കി മാതൃക കാണിക്കട്ടെ. എങ്കിൽ മാത്രമേ രമേശിന്റെ സ്വത്തിൽ നിന്ന് വിഹിതം നൽകാൻ ഈ കോടതി ഉത്തരവിടുകയുള്ളൂ. ഇത് കേട്ടതും ലക്ഷ്മിയുടെയും ഹരിതയുടെയും ഭർത്താക്കന്മാർ പരസ്പരം നോക്കി. കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന തങ്ങളുടെ സ്വത്ത് സ്വന്തം സഹോദരിമാർക്ക് നൽകേണ്ടി വരുമെന്ന ചിന്ത അവരെ ഭയപ്പെടുത്തി. അവർക്ക് രമേശിന്റെ ചെറിയ തറവാട് വീടിനേക്കാൾ വലുതായിരുന്നു തങ്ങളുടെ സ്വന്തം സ്വത്ത്. വിപുൽ ലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്ന് രഹസ്യമായി പറഞ്ഞു, നമുക്ക് ഈ കേസ് വേണ്ട. എന്റെ സ്വത്തിന്റെ പകുതി എന്റെ പെങ്ങന്മാർക്ക് കൊടുക്കേണ്ടി വന്നാൽ നമ്മൾ പിച്ചക്കാരാകും. രമേശിന്റെ ഈ പഴയ വീടിന് വേണ്ടി നമ്മൾ എന്തിനാണ് ഇത്രയും റിസ്ക് എടുക്കുന്നത്? ഹരിതയുടെ ഭർത്താവും ഇത് തന്നെ പറഞ്ഞു. തങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ജഡ്ജി നൽകിയ ഈ ശിക്ഷ അവരെ ശരിക്കും തളർത്തി. മറ്റുള്ളവരുടെ അവകാശത്തിന് വേണ്ടി വാദിക്കുമ്പോൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം പോകുമെന്ന് കണ്ടപ്പോൾ അവരുടെ നിയമബോധം അലിഞ്ഞുപോയി. രമേശിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചവർ ഇപ്പോൾ സ്വന്തം സ്വത്ത് എങ്ങനെ രക്ഷിക്കാമെന്ന് ആലോചിക്കുന്നു. പണത്തിനു മേൽ സ്നേഹം ജയിക്കുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ജഡ്ജി തന്റെ കണ്ണട മാറ്റി അവരെ രൂക്ഷമായി നോക്കി. കോടതി മുറിയിൽ പെട്ടെന്നുണ്ടായ നിശബ്ദത ഭയാനകമായിരുന്നു. കോടതി വിധി ഇപ്രകാരമായിരുന്നു. രമേശ് തന്റെ പിതാവിനെ സ്നേഹത്തോടെ പരിചരിച്ചുവെന്നും കുടുംബത്തിനു വേണ്ടി വലിയ ത്യാഗങ്ങൾ ചെയ്തുവെന്നും കോടതി നിരീക്ഷിച്ചു. അതുകൊണ്ട് തന്നെ ഈ വീടും ഫാമും രമേശിന് തന്നെ അവകാശപ്പെട്ടതാണ്. കള്ളസാക്ഷി പറഞ്ഞതിനും കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിനും സഹോദരിമാർക്ക് വൻതുക പിഴ ചുമത്തി. കൂടാതെ രമേശിനെ മാനസികമായി പീഡിപ്പിച്ചതിന് അവർ പരസ്യമായി മാപ്പ് പറയണമെന്ന് ഉത്തരവിട്ടു. വിധി കേട്ട രമേശ് പൊട്ടിക്കരഞ്ഞുപോയി. അവൻ ഓടിച്ചെന്ന് തന്റെ അമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മേ, നമ്മുടെ വീട് രക്ഷപ്പെട്ടു. സവിതയുടെ കണ്ണുകളിലും ആശ്വാസത്തിന്റെ കണ്ണുനീർ നിറഞ്ഞു. തോറ്റുപോയ സഹോദരിമാർ കോടതിയിൽ നിന്ന് വേഗത്തിൽ പുറത്തേക്ക് പോകാൻ ശ്രമിച്ചു. എന്നാൽ രമേശ് അവരുടെ അരികിലെത്തി. ചേച്ചിമാരെ, എനിക്ക് നിങ്ങളോട് ദേഷ്യമില്ല. ഈ വീട് ഇപ്പോഴും നിങ്ങളുടേത് കൂടിയാണ്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വരാം, രമേശ് സ്നേഹത്തോടെ പറഞ്ഞു. രമേശിന്റെ ആ വലിയ മനസ്സിന് മുന്നിൽ സഹോദരിമാർ ലജ്ജിച്ച് തല താഴ്ത്തി. പണത്തേക്കാൾ വലുതാണ് സ്നേഹമെന്ന് അവർ ആ നിമിഷം തിരിച്ചറിഞ്ഞു. സത്യവും ധർമ്മവും എപ്പോഴും ജയിക്കുമെന്ന വലിയ സന്ദേശത്തോടെ ആ കുടുംബം വീണ്ടും ഒന്നായി. രമേശ് തന്റെ ഫാമിലേക്ക് തിരികെ പോയി. തന്റെ പ്രിയപ്പെട്ട പശുക്കളെയും അമ്മയെയും സ്നേഹത്തോടെ നോക്കി ആ വീട്ടിൽ സന്തോഷത്തോടെ ജീവിച്ചു.